തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തറക്കളി കളിച്ച ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള കോടതി കയറുന്നു. തിരുവനന്തപുരം എം.പി. ശശി തരൂരിന്റെ 3 ഭാര്യമാർ എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് ശ്രീധരൻപിള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനെതിരെ അദ്ദേഹം മാനനഷ്ട കേസ് നൽകിയിരിക്കുകയാണ്. പിള്ളയുടെ പ്രസ്താവന തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നാണ് തരൂരിന്റെ പരാതി. ഹർജി ഫയലിൽ സ്വീകരിച്ച തിരുവനന്തപുരം CJN കോടതി തരൂരിന്റെ മൊഴിയെടുക്കാൻ ഈ മാസം 25-ലേക്ക് മാറ്റി. തിരഞ്ഞെടുപ്പിന്റെ പടുവാതിക്കൽ എത്തി നിൽക്കുന്ന ബി.ജെ.പിക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ 3 ഭാര്യമാർ മരിച്ചത് എങ്ങനെയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ബി.ജെ.പിയോ താനോ അത് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ശ്രീധരൻപിള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. തരൂരിന്റെ 2ാം ഭാര്യ അടൂർ സ്വദേശിനിയാണെന്നും അഭിഭാഷകനായിരുന്ന മധുസൂദനൻ നായരുടെ അനന്തരങ്ങളായിരുന്നെന്നും ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു. മധുസൂദനൻ നായർ അന്ന് നിയമോപദേശത്തിനായി തന്നെ സമീപിച്ചിരുന്നെന്നും ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു. ഈ വിഷയങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തതിനാലാണ് പുറത്തു പറയാത്തതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. 3 ഭാര്യമാരും മരിച്ചോ എന്ന് മാധ്യമപ്രവർത്തകർ സംശയം ചോദിച്ചപ്പോൾ 2 പേർ മരിച്ചെന്നും ഒരാൾ ബന്ധം ഏർപ്പെടുത്തിയെന്നും പിള്ള തിരുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെതിരെ നൽകിയ മാനനഷ്ട കേസിൽ തരൂർ ഇന്ന് കോടതിയിൽ ഹാജരാകും. സുനന്ദ പുഷ്കർ കേസിൽ തരൂരിനെ രവിശങ്കർ പ്രസാദ് കൊലപാതകി എന്ന് വിളിച്ചിരുന്നു. സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ തരൂരിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെട്ട കേസായതിനാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയിരുന്നു. 2014 ജനുവരി 17-നാണ് ഡൽഹിയിലെ ലീല പാലസ് ഹോട്ടലിൽ സുനന്ദയെ ദുരൂഹമായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്ന് സംശയം ഉയർന്നതിനെ തുടർന്ന് സുനന്ദയുടെ ആന്തരിക അവയവങ്ങൾ അമേരിക്കയിൽ ഉൾപ്പെടെ അയച്ച് പരിശോധന നടത്തിയിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ബി.ജെ.പിയുടെ A ക്ലാസ് സീറ്റാണ്. അവിടെ എങ്ങനെയും വിജയിക്കാൻ ശ്രീധരൻപിള്ള നടത്തിയ പ്രസ്താവന പക്ഷേ കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ വിഷയം വ്യക്തിപരമായും രാഷ്ട്രീയമായും ആയുധമാക്കാനാണ് തരൂരിന്റെ നീക്കം. ലോകമെമ്പാടും അറിയപ്പെടുന്ന ശശി തരൂരിനെ പോലെ ഒരാൾ കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെട്ടാണ് മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്. കേസ് എങ്ങനെയും ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ ശ്രീധരൻപിള്ളയ്ക്ക് വ്യക്തിപരമായും ബി.ജെ.പിക്ക് രാഷ്ട്രീയമായും വലിയ തിരിച്ചടി ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.